ഹായ് ഹലോ അസ്സാം വലൈക്കും എല്ലാവർക്കും ഹനാസ് കിച്ചണിലേക്ക് സ്വാഗതം. ഞാൻ സബ്രീന. ഇന്നത്തെ റെസിപ്പി ഇതാ നല്ല സോഫ്റ്റും നല്ല പഞ്ഞി പോലെയുള്ള പാൽപുട്ടാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം, വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ ഇതാ നമ്മുടെ പഞ്ഞി പോലെയുള്ള പാൽപുട്ട് ഉണ്ടാക്കാൻ വേണ്ടി ഞാനിവിടെ 1.5 കപ്പോളം പുട്ടുപൊടി എടുത്തിട്ടുണ്ട്. ഏത് കമ്പനീൻ്റെ ആയാലും കുഴപ്പമില്ല. ഇതിലോട്ട് 3/4 ടീസ്പൂണോളം ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ജസ്റ്റ് ഒന്ന് ഇളക്കിയെടുത്തതിന് ശേഷം നമ്മൾ ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ 1 കപ്പ് വെള്ളമാണ് ഞാൻ എടുത്തത്. ഇത് നമ്മൾ ഈ ഒരു പൊടീൻ്റെ മുകളിൽ വരുന്ന വിധത്തിലാണ് വെള്ളം ഒഴിക്കേണ്ടത്. അത് കറക്റ്റ് ആ ഒരു ലെവലിൽ എത്തിക്കഴിഞ്ഞാൽ നമ്മൾ പിന്നെ മിക്സാക്കുന്നില്ല, അതങ്ങനെ അടച്ചു വെക്കാമെന്ന് കേട്ടോ. ഇനി നമുക്ക് ഇതിൽ വേണ്ടിയിട്ടുള്ള മറ്റ് സാധനങ്ങളൊക്കെ റെഡിയാക്കിയെടുക്കാം. അപ്പോൾ അതിനായിട്ട് ഇതായിട്ട് കുറച്ച് കാഷ്യൂനട്ടാണ് എടുത്തത്. അതൊരു 10 പീസോളം എടുത്തിട്ടുണ്ടാവും. ഇതിൽ നമുക്കൊന്ന് ചെറുതായിട്ടൊന്ന് പൊടിച്ചെടുക്കാം കേട്ടോ. കൈ കൊണ്ടൊന്ന് പൊടിച്ചാൽ മതി. ഇനി നമ്മളിതാ 2 ക്യാരറ്റ് എടുത്തിട്ടുണ്ട്, അതും ഗ്രേറ്റ് ചെയ്തെടുക്കണം. ഇനി ഇതാ പാൻ വെച്ചിട്ടുണ്ട്. ഇതിലോട്ട് 1 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതാ ഒരു 3/4 കപ്പോളം തേങ്ങയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതുപോലെ നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം. ഈ നെയ്യിൽ നന്നായിട്ടൊന്ന് എല്ലാ ഭാഗത്തും ആവണം, അത്രയും മിക്സാക്കി എടുത്താൽ മതി. ഇനി നമ്മളിതിലോട്ട് നമ്മൾ പൊടിച്ച് വെച്ച ഈ ഒരു കാഷ്യൂനട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുത്ത ആ ഒരു കാഷ്യൂനട്ട് ഉണ്ടല്ലോ, അത് തേങ്ങ ചേർക്കുന്നതിന് മുമ്പായിട്ട് കാഷ്യൂനട്ട് ഇട്ട് കഴിഞ്ഞാൽ അത് നല്ലോണം വറുത്ത് നല്ലൊരു ബ്രൗൺ കളർ ആവുന്നൊരു വറുത്ത് കഴിഞ്ഞാൽ നല്ലൊരു ചുട്ടൊരു സ്മെല്ല് വരും നമ്മൾ ഈ ഒരു പുട്ടിന്. അങ്ങനെ വേണമെങ്കിൽ അങ്ങനെയും ചെയ്യാം കേട്ടോ. ഇനി ഇതാ നന്നായി മിക്സാക്കിയ ശേഷം നമ്മൾ ഇതിലേക്ക് കുറച്ച് പഞ്ചസാരയാണ് ചേർത്തത്. ഇതൊരു ലൈറ്റ് മധുരം കൂടി ഉണ്ടാകുമ്പോഴാണ് ടേസ്റ്റ് കൂടുതൽ വരുന്നത്. അപ്പോൾ 1.5 ടേബിൾ സ്പൂൺ അല്ലെങ്കിൽ 2 ടേബിൾ സ്പൂൺ വരെ നമുക്കിതിലേക്ക് ചേർത്താൽ മതി കേട്ടോ. കൂടുതൽ ചേർക്കണമെന്നില്ല, നിങ്ങൾക്ക് മധുരം കൂടുതൽ ഇഷ്ടമാണെങ്കിൽ കൂടുതൽ ചേർക്കാം. ഇനി നമ്മൾ എടുത്തു വെച്ച ആ ഒരു ക്യാരറ്റും കൂടി ഇതുപോലെ ഇത് ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് ഗ്രേറ്റ് ചെയ്ത് ഇതിലേക്കിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കാം. ഇനി ഈ ക്യാരറ്റിൻ്റെ കളറൊന്നും മാറാൻ നിൽക്കണ്ട, ഒന്ന് ജസ്റ്റ് ഒന്ന് ചൂടാക്കി എടുത്താൽ മതി. അപ്പോൾ ഫ്ലെയിം ഓഫാക്കി എടുക്കാം. അപ്പോൾ ഇതാ നമ്മുടെ പുട്ടുപൊടി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമ്മൾ ഒഴിച്ചെടുത്ത വെള്ളമെല്ലാം അത് കുതിർന്നെടുത്ത് നല്ല രീതിയിൽ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇത്രയും വെള്ളം ഒഴിച്ചാൽ മതി. നമ്മൾ പുട്ട് നനക്കുന്ന സമയത്ത് ഈ ഒരു രീതിയിൽ ഒഴിച്ച് കഴിഞ്ഞാൽ കറക്റ്റ് അതിൻ്റെ ആ ഒരു വെള്ളത്തിൻ്റെ അളവ് നിങ്ങൾക്ക് കറക്റ്റായിട്ട് കിട്ടും കേട്ടോ. അപ്പോൾ അതേപോലെ നന്നായി ഒന്ന് ഇളക്കി നന്നായിട്ടൊന്ന് കുഴച്ചെടുത്തതിന് ശേഷം നമ്മൾ മിക്സാക്കി വെച്ച ആ ഒരു ക്യാരറ്റ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇതാ അതിന് നന്നായിട്ട് ഇനി കുഴച്ചെടുക്കുക വേണ്ടത്, നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കുക വേണ്ടത്. ഇപ്പോൾ ഇത് ഒരു ചെറിയൊരു ചൂടുണ്ട്, ചൂടോട് കൂടി തന്നെയാണ് കേട്ടോ ഞാനിത് ചെയ്യുന്നത്. ഇനി ഇത് നന്നായിട്ടൊന്ന് സ്പൂൺ വെച്ച് ഇതുപോലെ നന്നായിട്ട് എല്ലാ ഭാഗത്തേക്കും ഈ ഒരു ക്യാരറ്റ് എത്തിച്ചെടുക്കണം കേട്ടോ. അപ്പോൾ ഇതുപോലെ നന്നായി മിക്സാക്കിയ ശേഷം നമ്മൾ ഇതിലോട്ട് ഇനി പാലാണ് ചേർക്കുന്നത്. നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും പാൽപുട്ട് ആകുമ്പോൾ പാൽ എവിടെയും, പാൽ ഇനിയാണ് നമ്മൾ ഇതിലേക്ക് ചേർക്കുന്നത്. പാലല്ല, ഞാനിവിടെ പാൽപ്പൊടിയാണ് ഇടുന്നത്. പാൽപ്പൊടിയിൽ ടേസ്റ്റ് ഒന്നുകൂടെ കൂടുകയുള്ളൂ. നിങ്ങളുടെ കയ്യിൽ പാൽപ്പൊടി ഇല്ലെങ്കിൽ പാലൊഴിച്ചാലും മതി. നമ്മൾ ഈ ഒരു പുട്ട് നനക്കുന്ന സമയത്ത് അതിലിട്ട് തന്നെ പാലൊഴിച്ചാലും നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും. പക്ഷേ ഇതിൻ്റെ ഫ്ലേവറും അതിനും വ്യത്യാസം ഉണ്ടാകും കേട്ടോ. അപ്പോൾ ഇതിലാകുമ്പോൾ നല്ലൊരു സ്മെല്ലായിരിക്കും, നല്ല ടേസ്റ്റാണ്. അപ്പോൾ പാൽപ്പൊടി ഇട്ടതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കാം. അപ്പോൾ ഞാനിവിടെ 1/4 കപ്പോളം പാൽപ്പൊടിയാണ് കേട്ടോ ചേർത്തിട്ടുള്ളത്. അതുകൊണ്ട് നന്നായിട്ട് ഇതുപോലെ മിക്സാക്കി റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ പുട്ടുണ്ടാക്കുക. അപ്പോൾ പുട്ടുണ്ടാക്കുന്നത് നമ്മൾ നോർമലി ഉണ്ടാക്കുന്ന പോലെ ആദ്യം തേങ്ങ ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ ഈ ഒരു പുട്ടും കൂടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ പാൽപുട്ട് ഈ ഒരു രീതിയിൽ ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. നല്ല ഒരു ടേസ്റ്റ് തന്നെയാണ്. ഇതിന് നമുക്ക് കറി ഇല്ലെങ്കിലും നമുക്കിത് കഴിക്കാൻ പറ്റുന്നുണ്ട്. ഇനി അതിൻ്റെ ഗ്യാപ്പിലും കൂടി ഞാനിതാ തേങ്ങ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ 2-3 ലെയറായിട്ട് നമ്മൾക്ക് ഈ ഒരു പുട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഇനി നമുക്കിത് വേവിച്ചെടുക്കാം. അപ്പോൾ കുക്കറിലാണ് ഞാനിവിടെ വേവിക്കുന്നത്. കുക്കറിലാകുമ്പോൾ വളരെ ഈസിയാണ്. ഒരു 2 മിനിറ്റ് അതിൻ്റെ ആവി കൊണ്ടാൽ മതി. അപ്പോൾ നല്ല ടേസ്റ്റി നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പുട്ട് റെഡി ആയിട്ടുണ്ട്. വീട്ടിൽ നിന്ന് തന്നെ പുട്ടുപൊടി എങ്ങനെ ഉണ്ടാക്കാമെന്നുള്ള ഒരു വീഡിയോ ഞാൻ മുമ്പ് അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. കാണാത്തവരുണ്ടെങ്കിൽ കണ്ടു നോക്കുക. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പുട്ടുപൊടി നമുക്ക് വീട്ടിൽ നിന്ന് തന്നെ ഉണ്ടാക്കാൻ പറ്റും. മായമില്ലാത്ത പൊടികളായിട്ട് നമുക്ക് യൂസ് ചെയ്യാം. അപ്പോൾ ഇന്ന് ഷെയർ ചെയ്ത ഈ ഒരു സോഫ്റ്റ് ആയിട്ടുള്ള പാൽപുട്ട് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായം കമൻറ്റിലൂടെ അറിയിക്കണേ. ഇനി അടുത്ത നല്ല റെസിപ്പിയുമായി വീണ്ടും വരാം. ബായ്.